ഒരു കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ബ്രയാൻ ലാറയ്ക്കൊപ്പം, കാൾ ഹൂപ്പറിനൊപ്പം, രാം നരേഷ് സർവനൊപ്പം, ക്രിസ് ഗെയിലിനൊപ്പം മുന്നോട്ട് നയിച്ച താരം. ഇന്ന് വിൻഡീസിന്റെ ഓപ്പണറും അദ്ദേഹത്തിന്റെ മകനുമായ ടാഗ്നറിനെ കാണുമ്പോഴും, പ്രതാപം ഇല്ലാത്ത വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന താരം ആ മനുഷ്യൻ തന്നെയാണ്. ചന്ദർപോളിനെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന മുഖം. ചന്ദർപോൾ എന്ന പേര് ക്രിക്കറ്റ് ലോകത്തിന് അത്ര എളുപ്പത്തിലൊന്നും മറക്കാൻ കഴിയില്ല, ഉറപ്പാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ക്രിക്കറ്റ് ലോകം കണ്ട മഹാന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ആവാം, എബി ഡിവില്ലിയേഴ്സ് ആവാം, ഷെയ്ൻ വോൺ ആകാം, ജാക്ക് സ്ക്വാലിസോ, റിക്കി പോണ്ടിങ്ങോ, രാഹുൽ ദ്രാവിഡും ഒക്കെ ആവാം, ബ്രയാൻ ലാറയും ഒക്കെ ആയിരിക്കും. പക്ഷേ ശിവനാരായൺ ചന്ദർപോളിന്റെ കളി സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചവർക്കും മനസ്സിലാകും അദ്ദേഹവും ഇവരുടെ ഇടയിൽ ഒരു ഇരിപ്പിടം തീർച്ചയായും അർഹിക്കുന്നു എന്ന്. അദ്ദേഹത്തിനും അവർക്കിടയിൽ തന്നെ ഇരിക്കാം. ഹി ഷുഡ് ഹാവ് എ സീറ്റ് ദെയർ. മറ്റുള്ള കളിക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ശിവനാരായൺ ചന്ദർപോൾ. അദ്ദേഹത്തിന്റെ ക്രീസിനോടുള്ള സമീപനവും ഗാർഡ് എടുക്കുന്ന രീതിയുമെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. പിന്നെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, അൺഓർത്തഡോക്സ്, നേരത്തെ പറഞ്ഞതുപോലെ വിലക്ഷണമായ ആ ഒരു സ്റ്റാൻഡ്. ഒരുപക്ഷെ സ്ക്വയർ ലെഗ് അമ്പയറുടെ അടുത്തു നിന്നും പന്ത് എറിയുന്നവർക്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഓർത്തഡോക്സ് സ്റ്റാൻഡ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ലുക്ക് ഒരുപക്ഷെ സ്ക്വയർ ലെഗ് അമ്പയറുടെ നേർക്കായിരിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റാൻഡ്, അതായിരുന്നു ചന്ദർപോളിന്റെ ബാറ്റിംഗ് സ്റ്റൈൽ. അത്രയും അൺഓർത്തഡോക്സ് ആയിരുന്നു, അത്രയും ഓക്വേർഡ് ആയിരുന്നു ഒരു പരിധിവരെ. നോർമൽ സ്റ്റാൻഡിന് ഘടകവിരുദ്ധമായി ക്രീസിൽ നിൽക്കുന്ന ചന്ദർപോൾ പക്ഷേ ഈ ഒരു ശൈലി ഉപയോഗിച്ച് തന്നെയാണ് 21 വർഷത്തെ കരിയർ വിൻഡീസിനായി സ്വന്തമാക്കുന്നത്. തൻ്റെതായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തതുപോലെ നോർമൽ സ്റ്റാൻസ് എടുത്ത് കളിക്കുമ്പോൾ തൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനായി വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിനെ വികസിപ്പിച്ചെടുത്തതായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻസ്.